സെവേറിയോസ് കോൺട്രാ ഗ്രാമാറ്റിക്കം എന്ന് പറഞ്ഞ ഇന്നത്തെ ആളുകൾ സെവേറിയോസിനെ കാണുകയാണെങ്കിൽ ബുദ്ധി ഉപദേശിക്കും. എന്നാലും തിരുമേനി കുറച്ച് അബദ്ധമായി പോയി, എന്തോ ഒരു സുഖസൗകര്യമായിട്ട് അന്ത്യോക്യയിൽ കഴിയാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നു. പാട്രിയാർക്കൽ പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ കുളിപ്പുരകളും അനവധി ഷെഫുകൾ, പാചകക്കാരും ഒക്കെയുള്ള വലിയ രാജകൊട്ടാര സദൃശ്യമായ ഒരു വലിയ പാലസ് ആയിരുന്നു. സെവേറിയോസ് പാട്രിയാർക്കീസ് ബാവ അധികാരമേറ്റ പാലസിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം തന്നെ കുക്കുകളെല്ലാം പിരിച്ചുവിട്ടു. കാരണം താന് ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണമാണ് കിട്ടുന്നത്. മാർക്കറ്റിൽ സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന റൊട്ടിയുണ്ട്, 2 തരം റൊട്ടിയുണ്ട്. ഏറ്റവും ദരിദ്രർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന റൊട്ടിയുണ്ട്, ഉമ്മി കൂടിയ. അപ്പൊ ആ റൊട്ടി മാത്രം മേടിച്ച് കഴിച്ച് നിലത്ത് കിടക്കുന്ന ഒരു ശീലമായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെ പലതരത്തിലുള്ള ഇറ്റാലിയൻ ഷെഫ്, ഫ്രഞ്ച് ഷെഫ്, ചൈനീസ് കുക്ക് എന്നൊക്കെ പലതരത്തിലുള്ള പാചക വിദഗ്ധന്മാരുണ്ട്, എല്ലാവരെയും പറഞ്ഞു വിട്ടു. അതുപോലെ വളരെ ആഡംബരമായ ലക്ഷൂറിയസ് ബാത്ത്സ് ഉണ്ടായിരുന്നു, അതെല്ലാം പൊളിച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞു, ഇടിച്ച് പൊളിച്ചു കളഞ്ഞേക്കാൻ, ഒന്നും വേണ്ട. അരമനയെ അദ്ദേഹം ദയറ ആക്കി മാറ്റി. അരമനയെ ദയറ ആക്കി മാറ്റി. കാരണം രാജകീയ അധികാരത്തിനും സുഖസൗകര്യത്തിനും ആഡംബരത്തിനും സമാനമായ ആഡംബരം പാത്രിയർക്കീസുമാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ ചക്രവർത്തിമാർ ശ്രദ്ധിച്ചിരുന്നു. വലിയ കൊട്ടാരവും സൗകര്യവും ഒക്കെ നോർത്തു നോക്കി. അദ്ദേഹം അത് വേണ്ട എന്ന് വെച്ചു. തിരിച്ച് അരമനയെ അദ്ദേഹം ദയറയാക്കി മാറ്റി. ഇന്നിപ്പോ എങ്ങനെയാണ്, നമുക്കല്പം സൗകര്യങ്ങളൊക്കെ വന്നു, 10 പുത്തനായി കഴിഞ്ഞപ്പോ ദയറകൾ അരമനകളായി മാറി. അവിടെയാണ് മലങ്കരയിലെ സഭയ്ക്ക് വന്ന അപജയം. ദയറകളിൽ ഇരിക്കേണ്ട മെത്രാച്ചന്മാർ അരമനകളിൽ ഇരിക്കുന്നു. അപ്പൊ അരമനകളായി. അരമന വരെ പോവാ എന്തിനാ? അത് കത്തോലിക്ക സഭയുടെ ആവിർഭാവത്തിലോടുകൂടെ നമുക്ക് വന്ന ഒരു അപചയമാണ്. സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഇരിക്കേണ്ടത് ദയറകളിലാണ്, അരമനകളിലല്ല. റോമൻ സഭയുടെ മെത്രാന്മാരാണ് അരമനകളിൽ ഇരിക്കേണ്ടത്. ഇവിടെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാബ റോൾസ് റോയ്സിന് വേണ്ടി അപേക്ഷ കൊടുത്തു എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടാണ്. റോൾസ് റോയ്സ് അദ്ദേഹത്തിന്റെ അപേക്ഷ നിരസിച്ച് ക്രെഡൻഷ്യലൊക്കെ നോക്കിയിട്ട്, ഈ റോൾസ് റോയ്സുകാർക്ക് അങ്ങനെ ഒരു സുഖമുണ്ട്. ആദ്യം നമ്മൾ അപേക്ഷ കൊടുക്കണം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാർ വേണം. അപ്പൊ ആരെ കാർ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. പേഴ്സണലൈസ്ഡ് ആയിട്ട് കാർ ഉണ്ടാക്കും, ഓരോ കാറും ഹാൻഡ് മെയ്ഡാണ്. അപ്പൊ ഈ പുള്ളിയുടെ പ്രൊഫൈലെല്ലാം നോക്കിയിട്ട് വേണ്ടെന്ന് വെച്ചു, കൊടുത്തില്ല, എന്താണെന്നറിയത്തില്ല. പിന്നെ പുള്ളി അതാണ് വേറെ ഒരെണ്ണം മേടിച്ചു. അപ്പൊ ഇത് വ്യഗ്രതയാണ്. ഞാൻ പുള്ളിയെ മാറ്റം കുറ്റം പറയല്ല. ഓൾ ആർ മാത്തമാറ്റിക്സ്, എല്ലാം കണക്കാണ്. ഓൾ ആർ മാത്തമാറ്റിക്സ്. അപ്പൊ അതിൽ നിന്ന് കുറെ വ്യത്യസ്തമായിട്ട് ബൗദ്ധിക നിലവാരത്തിൽ ഉന്നതമായ ചിന്ത പുലർത്തുന്ന നമ്മുടെ ചെറുത്തലാട്ടെ തിരുമേനി, സക്രിയ സച്ചൻ എന്ന് പറഞ്ഞ സാക്കേർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം അദ്ദേഹത്തിന്റെ അപ്പനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഇടതുപക്ഷ പ്രവർത്തകനും അല്പം ചിന്തിക്കുന്ന ആളും ഒക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു ചിന്തയുടെ മൂശിയിൽ ചെറുപ്പം തൊട്ട് വികരിക്കുവാൻ അവസരം കിട്ടിയോണ്ടായിരിക്കും കുറച്ച് ചിന്താമണ്ഡലം വികസിച്ച ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോ സെവേറിയോസ് എന്ന അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. ഈ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പിതാവിന്റെ ധന്യമായ പേര് ഭാഗ്യവശാൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കുറച്ച് ക്വാളിറ്റി ഒക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയുള്ള പരിചയം എനിക്കുള്ളൂ. ഒക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്റെ ലൈഫിന്റെ ഈ ഇടുക്കി ഭദ്രാസനാണെന്ന് അവിടെ ഒരു ഓഡിറ്റ് പ്രസിദ്ധീകരിച്ചു. ഒരു സുതാര്യത മെത്രാച്ചന്മാരൊക്കെ കാണിക്കേണ്ടതാണ്. ഒരു മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാണ് സക്രിയാസ് മാർ. അങ്ങനെയാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ സക്രിയാസ് മാർ സെവേറിയോസ് എന്നാണ് തോന്നുന്നു. അദ്ദേഹം ചെറുത്തലാട്ട് ഫാമിലിയിലാണ്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷവും ചിലരുടെ ഒരു അഭിമാനമൊക്കെ തോന്നി. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലാണെന്ന് പറഞ്ഞാൽ അവരെല്ലാം അങ്ങ് ഒരാൾ നല്ല കാര്യം ചെയ്താൽ പറയാം, അത് നല്ല, എനിക്കൊരു സ്നേഹം തോന്നി, ഒരു ആദരവും ഒക്കെ തോന്നി. കൊള്ളാം, നന്നായിട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വലിയ ഇരുട്ടത്ത് ചെറിയ ഒരു മെഴുകുതിരി കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. മൊത്തം പന്തൽ നിറയെ ട്യൂബിലൈറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ആ മെഴുകുതിരിക്ക്, ഇത് മൊത്തം കൂരിരുട്ടല്ലേ. അപ്പൊ ആരെങ്കിലും ഒക്കെ അങ്ങനെ മാതൃകാ ജീവിതം കാണിക്കണം, മനസ്സിലായോ? ഈ ഒരു സുറിയാനി സഭയുടെ പൈതൃകവും മാതൃകയും ഒക്കെ കാണിക്കണം. ഞാൻ പറഞ്ഞതുകൊണ്ട് മെത്രാച്ചന്മാരെല്ലാം മോശമാണെന്നല്ല പറഞ്ഞത്. ഒത്തിരി മെത്രാന്മാര് സിംപ്ലിസിറ്റി കാത്തു സൂക്ഷിക്കുന്ന ലാളിത്യം, ജീവിതത്തില് വിശുദ്ധിയുടെയും ഭക്തിയുടെയും പരിമളം പരത്തുന്ന ഒത്തിരി മെത്രാച്ചന്മാർ. ഇതിനു മുമ്പിലായി പറഞ്ഞ യാക്കോബായ സഭയുടെ ഹൈറേഞ്ച് മേഖല ഏലിയാസ് മാർ യൂലിയോസ് തിരുമേനി, അവരൊക്കെ വളരെ സാധാരണക്കാരുടെ ഇടയിൽ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നവർ. അങ്ങനെ ഉണ്ട്, ഞാൻ അവരെല്ലാം വിസ്മരിച്ചതല്ല. പക്ഷെ ഈ ഒരു ആഡംബര പ്രവണത നമ്മുടെ ആളുകളിലേക്ക് വന്നിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സെവേറിയോസ് പാത്രിയാർക്കീസ് ബാവയെ പറ്റി. അദ്ദേഹം ഈ അരമനയെ വേറെയാക്കി മാറ്റിയ ആളാണ്. പ്രാർത്ഥന ജീവിതവും ഉപവാസവും തിരുവെഴുത്തിന്റെ ധ്യാനവും. അപ്പൊ അദ്ദേഹം ആ ഒരു മേഖലയിൽ, കാരണം ഭൗതികമായ സാഹചര്യങ്ങളോട് ഒത്തിണങ്ങുകയോ രാജകീയമായ സുഖ സൗകര്യങ്ങളെ ആസ്വദിക്കുകയോ
രാജകീയ അധികാരങ്ങളെ പ്രയോഗിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല.